ഹലോ ഗൈസ്, നമ്മളിന്ന് വന്നേക്കുന്നത് അരുവിക്കച്ചാൽ വെള്ളച്ചാട്ടത്തിൽ കുളിക്കാനാണ്. ഇതല്ലേ ഓടുന്നില്ല, അരുവിക്കച്ചാൽ വെള്ളത്തിൽ കുളിക്കാൻ വേണ്ടി പോണം. അപ്പൊ കുറെ ആൾക്കാർ നമ്മളോട് സജസ്റ്റ് ചെയ്ത് വെള്ളത്തിൽ കുളിക്കാൻ പോകാൻ. ഫർഹാൻ ഇബ്നു ഇബ്രാഹിം അക്ബർ, ഫാസിൽ മൻസൂർ ഇബ്നു മൻസൂർ, അജ്മൽ ഷാ, ഇത് ഉമേർ വടക്കൻ. ഓക്കെ, നമ്മൾ ഇത്രയും പേരാണ് കുളിക്കാൻ വേണ്ടി പോകുന്നത്. നമ്മളിവിടെ കുളിക്കാൻ വേണ്ടി തന്നെ രാവിലെ നല്ല വേർത്തിട്ട് വന്നേക്കുവാ കേട്ടോ. നമ്മൾ എന്തായാലും കുളിക്കും. അപ്പൊ നമുക്ക് ഇതിലേക്കൂടെ ഈ വഴി ഒരു കിലോമീറ്ററോളം നടക്കണം കേട്ടോ. നടന്ന് നമുക്ക് ആ ദൂരെ വെള്ളച്ചാട്ടം കാണാം. അങ്ങോട്ടാണ് നമുക്ക് പോകേണ്ടത്. 1 കിലോമീറ്റർ എന്തായാലും നടക്കണം. കാരണം വഴി ഓഫ് റോഡാണ്. വേണേൽ കയറ്റായിരുന്നു, പക്ഷെ നമ്മൾ കയറ്റുന്നില്ല. വെറുതെ നമുക്ക് നടക്കാന്ന് വിചാരിച്ചു, അതുകൊണ്ടാട്ടോ. വെള്ളച്ചാട്ടം കണ്ടാൽ സന്തോഷമാണ് എല്ലാവർക്കും കേട്ടോ. എന്നാലും അടുത്ത് പോയി കാണാനുള്ളതാണ്. ഇപ്പൊ ഇവിടെ നിന്ന് നമുക്ക് കാണാം കേട്ടോ. അപ്പൊ ഗൈസ്, നമ്മളിത് വെള്ളച്ചാട്ടത്തിന്റെ അടുത്തെത്തി കേട്ടോ. നമുക്ക് ഇനി വളരെ ദൂരക്കുറവേ ഉള്ളൂ എത്താൻ വേണ്ടി. ഇനിയാണ് നമുക്ക് വ്യൂ തുടങ്ങുന്നത് കേട്ടോ. ഇങ്ങനെ നമ്മൾ നടന്നടയായി നിരന്ന് ഓരോരുത്തരായിട്ട് പോകാൻ പറ്റുള്ളൂ ഇതിലേ കൂടെ. അങ്ങനെ നമ്മള് ഓഫ് റോഡൊക്കെ കയറി ഇങ്ങനെ പോയി ഇവിടെ നിന്ന് ഇങ്ങനെ വന്നാൽ പിന്നെ നമുക്ക് നോക്കാം. ചെറിയ വഴിയാ. കുഞ്ഞു പിള്ളേരൊക്കെ ആയിട്ട് വന്നാൽ ശ്രദ്ധിക്കണം. നല്ല ഈ വഴി പോയാലേ നമുക്ക് വെള്ളച്ചാട്ടം കിട്ടുള്ളൂ, അതാണ് മെയിൻ കാര്യം. ഓക്കെ, അപ്പൊ ഗൈസ്, നമ്മൾ നടന്നു വന്നിട്ട് നമുക്കിത് ഇങ്ങനെ ഒരു വ്യൂ കിട്ടും കേട്ടോ. ഇതാണ് നമ്മുടെ അരുവിക്കച്ചാൽ വെള്ളച്ചാട്ടം. ഇവിടെ നിന്നാൽ തന്നെ നനയാൻ തുടങ്ങുന്നത് കേട്ടോ. ഇവിടെ നിന്നാൽ തന്നെ നനയാൻ തുടങ്ങും. നല്ല കിടിലം വ്യൂ ആ, ഒരു രക്ഷയില്ലാതെ. ഇത്രയും ഹൈറ്റിൽ നിന്നാണ് വെള്ളം വരുന്നത്. ഇത്രയും ഹൈറ്റിൽ ഇങ്ങനെ വന്ന് ഇങ്ങനെ കുത്തുക ചെയ്യുന്നത് കേട്ടോ. അടിപൊളി പരിപാടിയാണ്. ഇങ്ങനെ വേണ്ട ഒഴുകിപ്പോയി. ഇതാണ് വെള്ളച്ചാട്ടം കേട്ടോ. തിരുവനന്തപുരം എങ്ങനെയുണ്ട്? എങ്ങനെയുണ്ട്? ഹൺഡ്രഡ് പെർസെന്റേജ് അടിപൊളി കേട്ടോ. വെള്ളമൊന്നുമില്ല, ആർക്കും വേണം അത് കുളിക്കാം. ആ വരുന്ന വഴി മാത്രമേ കുറച്ച് പ്രശ്നമുള്ളൂ. നല്ല കാറ്റോട്ടത് വിടാൻ പറ്റുന്നില്ല. തോന്നിയ ഒരു എക്സ്പീരിയൻസ് എന്താണ് എക്സ്പീരിയൻസ് പറഞ്ഞോ? വളരെ അതിശക്തമായ വെള്ളം ഇതിനെ കുതിച്ചു വരികയാണ്. എനിക്കൊന്ന് ഇടുക്കി ഡാമിനെക്കാളും എത്രയോ നോട്ടിക് പവറിലാണ് വെള്ളം. ഇവിടെ നമുക്ക് കറണ്ട് ഉത്പാദിപ്പിക്കാൻ പറ്റുമോ? കറണ്ടല്ല, വേണേ ഇടിമിന്നലാണ് ഉത്പാദിപ്പിക്കും. അതാണ് ഇവിടുത്തെ പവർ കേട്ടോ. എന്താണ് ഇവിടുത്തെ മറ്റേ അക്കട് പറയുന്നത്? നല്ല വെള്ളം, അടിപൊളി സാധനം. ആണോ? അക്കടോട് അക്കടോ അക്കടോ എങ്ങനെയുണ്ടോ? നല്ല വെള്ളം മോളിൽ ചാറുവാട്ടോ, രക്ഷയില്ല. ഇഷ്ടപ്പെട്ടോ? പരിപാടി ഇഷ്ടപ്പെട്ടോ? ബാഹുബലി കയറി വരുന്നത്. എടാ ഉമേറെ, കുളിച്ചു കഴിയുമ്പോ എന്താണ് നിങ്ങളുടെ ഒരു വിദ്യാഭ്യാസം അല്ല അനുഭവം പങ്കുവയ്ക്കൂ? നമുക്ക് അതിശക്തമായി വെള്ളച്ചാട്ടത്തില് നല്ല സുന്ദരമായിട്ടൊരു കുളി, അതാണ് നമുക്ക് ഈ ഒരു സ്ഥലത്തിൽ നമുക്ക് ആസ്വദിക്കാൻ സാധിക്കും. ആ ഒരു കുടുംബസമയം തന്നെ ഇവിടെ എത്തിച്ചേരുക. ഈ ഒരു വെയില് വന്നിട്ടുണ്ട് കേട്ടോ. എങ്ങനെയാ ഒരു അനുഭവം? നമ്മളിവിടെ 1 കൊല്ലമായിട്ട് ഇവിടെ തന്നെ വരുന്ന ഒരാളാണ്. ആണല്ലേ? വരുന്ന ഒരാളാണ്. എന്നാലും അനുഭവം പറയാം, പങ്കുവയ്ക്കാൻ. ഭയങ്കര ഒരു അനുഭവം അല്ലേ? പറയൂ. കുളിക്കാൻ പറ്റിയില്ല, അതിന്റെ സങ്കടമുണ്ട്. വെള്ളം കുറവാണ്, വെള്ളച്ചാട്ടമാണ്, വെള്ളം കുറവാണ്. കുളിക്കാനുള്ള പറ്റി വരാതിരിക്കുക, അത് നല്ല ഒരു ഇതായിരുന്നു. എടാ ബാഹുബലി പറയൂ. നല്ല മികച്ച അഭിപ്രായം, നല്ല രസമുണ്ടായിരുന്നു.
നമ്മള് ഗുളിയെല്ലാം കഴിഞ്ഞ് നമുക്ക് ഇനി വീട്ടിലോട്ട് പോകാൻ വേണ്ടി പോവാട്ടോ. ആ ഓക്കെ സോറി, മന്തി ഞാൻ വേണ്ടി അക്രൂഡ് വകയാണ് മന്തി നമുക്ക് മേടിച്ച് തരാൻ വേണ്ടി പോകുന്നത്. നല്ലൊരു ബേബി കമ്മിങ് ആണ്, അതിനുവേണ്ടി ചെലവാണ് മന്തി. എന്റെ രണ്ടാമത്തെ കൊച്ചിന് ഞാൻ ചെലവ് ചെയ്യുക, ഒന്നാമത്തെ കൊച്ചിന് പോലും എനിക്ക് ചെയ്യാൻ പറ്റിയില്ല. അക്കുള് മേടിച്ചൊന്നില്ല ചവിട്ടും അല്ലാണേ വിട്ടു അക്കുള്.